ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ക്യാരറ്റും റവയും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു ക്യാരറ്റ് റവ കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിലാണ് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 125 ഗ്രാമോളം ക്യാരറ്റ് ഇതൊന്ന് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മധുരത്തിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു 1/2 കപ്പ് പാലാണ്. തിളപ്പിച്ചറിയ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് നമ്മൾ ഈ ചെറിയൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ക്യാരറ്റിൻ്റെ ചെറിയ തരിയൊക്കെ കാണും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അതങ്ങനെ കിടന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത് മൊത്തത്തിൽ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിലായിരിക്കും നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ ഇതെല്ലാം ഈ റവ എന്നും കൂടെ ഒന്ന് കുതിരാനൊക്കെ ആയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, മണമില്ലാത്ത എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവേ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. ഈ ഓയിൽ നന്നായിട്ട് മിക്സ് ആകണം കേട്ടോ. നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നന്നായിട്ട് പൊങ്ങി വരാനൊക്കെ ആയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നമ്മുടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി, നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഈ പൊടിയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം, കട്ടയായിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാനൊരു 5 ഇഞ്ചിൻ്റെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത്. ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്കാണ് ഈ മാവിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ തൂത്ത് കൊടുത്തിട്ട് ടിന്നിൽ ഓയിൽ തൂത്ത് കൊടുത്തിട്ട് നമ്മുടെ മൈദ വെച്ച് നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാനത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഇതിനകത്ത് പറയാത്തത്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഡെക്കറേഷനായിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഞാനൊരു ചെരുവം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഒരു 30 മിനിറ്റോളം വേണ്ടി വരും എല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്നു നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അകമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് വല്ലതും ഒന്ന് കുത്തി നോക്കിയാൽ മതിയേ. ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് അത് വെന്തെന്ന് ഉറപ്പിക്കാം. ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല കളറിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാവേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം.